പാലക്കാട് വാണിയംകുളം പനയൂരിൽ ശക്തമായ മലവെള്ളപ്പാച്ചിലുണ്ടായി. വീടുകളുടെ മുറ്റത്തേക്ക് മണ്ണും കല്ലുകളും അടിഞ്ഞു. 3 വീടുകളുടെ മതിലിടിഞ്ഞ് താഴ്ന്നു. എടത്തനാട്ടുകരയിലും മലവെള്ളപ്പാച്ചിലുണ്ടായി. ഉരുൾപൊട്ടലുണ്ടായില്ലെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. പാലക്കാട് വാണിയംകുളം പനയൂരിൽ ഏറെ നേരം ഉരുൾപൊട്ടിയെന്നൊരു ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ വിശദമായ പരിശോധനയിൽ അങ്ങനെ ഒന്നും ഇല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റും ഒറ്റപ്പാലം തഹസിൽദാറും ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മോടൊപ്പം ചേരുന്നു. റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് അധികൃതർ, മറ്റ് വകുപ്പുകൾ ഉള്ളവരെല്ലാം തന്നെ പരിശോധന നടത്തിയിരുന്നു. ഈ തഹസിൽദാർ ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്? ശക്തമായ മഴ ഉണ്ടായിരുന്നു രാവിലെ. ആ മഴയുടെ അടിസ്ഥാനത്തിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് ഗതിമാരി ഒഴുകി, സാധാരണ ഒഴുകുന്ന ചാലിനേക്കാൾ ഗതിമാരി ഒഴുകിയിട്ട് വീടിൻ്റെ വളപ്പിലൂടെ ഒഴുകിപ്പോയതായിട്ട് കാണുന്നു. ഇപ്പോൾ ഈ വലിയ ശബ്ദം കേട്ടു എന്നൊക്കെ പറയുന്നുണ്ട്, അത് എന്തായിരിക്കും? അതെന്താണെന്നുള്ളത് ശ്രദ്ധപ്പെട്ടിട്ടില്ല, നോക്കി വരുന്നുള്ളൂ, പരിശോധിക്കുന്നുണ്ടെന്നല്ല. മുകളിലൊന്നും അതിൻ്റെ അങ്ങനെ ഉരുൾപൊട്ടിയതിൻ്റെയോ മണ്ണിടിച്ചിലെയോ ലക്ഷണങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ ഒരു റബ്ബർ എസ്റ്റേറ്റ് ആണല്ലോ, അത് പരിശോധന നടത്തിയല്ലേ? അത് അവിടെ മുകളിൽ പോയി നോക്കിയിരുന്നു. അങ്ങനെ ഉറവിടങ്ങളൊന്നും മറ്റൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രസിഡന്റ്, ഇപ്പോൾ ഇവിടെ ഈ മേലെന്തെങ്കിലും അരുവിയോ പുഴ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, തോടോ? ഇത് വാണിയംകുളം പഞ്ചായത്തിലെ 18-ാം വാർഡ് ചോലപ്പള്ളിയിൽ പ്രദേശമാണ്. ഇവിടെ ഏതാണ്ട് 7 വീടുകളാണുള്ളത്. ഈ 7 വീടുകളുടെ മുകളിലുള്ള സ്ഥലം എന്ന് പറയുന്നത് മയിലുവാനം റബ്ബർ എസ്റ്റേറ്റാണ്. ആ എസ്റ്റേറ്റിൽ നിന്ന് മൊത്തം വെള്ളം ഒഴുകി പോകാനൊരു ചാല് ഇതിൻ്റെ വടക്ക് വശത്ത് കൂടെ ഉണ്ട്. ആ ചാല് കരകവിഞ്ഞൊഴുകുകയും മറിഞ്ഞ് ഈ മുകളിലുള്ള സ്ഥലത്ത് കൂടെ ഒഴുകി ഈ വീടിൻ്റെയും തൊട്ടപ്പുറത്തുള്ള വീടിൻ്റെ മുറ്റത്തേക്ക് വന്ന് മുറ്റത്ത് ചളിയും വെള്ളം എല്ലാം കൂടി വന്നപ്പോൾ ഒരു ആശങ്കപ്പെട്ടതാണ്. എന്തായാലും ഞങ്ങൾ ഉടനെ തന്നെ ഇവിടെ എത്തി. പഞ്ചായത്ത് മെമ്പർ ആദ്യം എത്തി, പഞ്ചായത്ത് അധികൃതരെത്തി, ആരോഗ്യ പ്രവർത്തകരെത്തി, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ എത്തി ഈ പരിശോധനകൾ നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. ഏതെങ്കിലും കാരണവശാൽ ഇതിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ പരിശോധിച്ച് അവരെ മാറ്റിപ്പാർപ്പിക്കണമെങ്കിൽ അതിനുള്ള സംവിധാനം ഉൾപ്പെടെ പഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പ് നടത്തി വരികയാണ്. ഇപ്പം ഈ വിശദമായ പരിശോധനകൾ അങ്ങനെ ഉണ്ടാവും ഇപ്പോൾ ജിയോളജി വകുപ്പിൻ്റെ ഒക്കെ? ജിയോളജി, അസാഡ് അനലിസ്റ്റ് തുടങ്ങിയവരെ സംയുക്തമായിട്ടുള്ളൊരു പരിശോധന നടത്താം അടുത്ത ദിവസങ്ങളിലുണ്ട്. ഈ മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്ന് തന്നെയാണോ? നിലവിൽ അങ്ങനെയുള്ളൊരു സാഹചര്യം കാണുന്നില്ല. ഈ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം നിലവിൽ ഇല്ല എന്നുള്ളതാണ്. അതായത് ഈ വലിയ ഉരുൾപൊട്ടലോ ഇല്ലെങ്കിൽ മറ്റ് നാശനഷ്ടങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ചില വീടുകളുടെ മതിലുകൾ ഈ വെള്ളം പാഞ്ഞെത്തിയപ്പോൾ ഇടിഞ്ഞ് പോയിട്ടുണ്ട്. എന്തായാലും ഈ പ്രദേശത്ത് ഈ ജാഗ്രത തുടരുകയും ചെയ്യും.